കർണാടകയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ ചിലപ്പോൾ കോൺഗ്രസ് ജെഡിഎസ് സർക്കാർ പരാജയപ്പെട്ടേക്കാം. പക്ഷേ പണി കൊടുത്ത് ചിരിച്ചു നിൽക്കുന്ന ബി.ജെ.പി. നേതാക്കന്മാരും വിമത എം.എൽ.എമാരും ഒരു കാര്യം ഓർത്തുകൊള്ളുക. വിമത എം.എൽ.എമാർ വിജയിച്ചു കയറിയത് വമ്പൻ ഭൂരിപക്ഷത്തിലല്ല. കോൺഗ്രസും ജെ.ഡി.എസും ഒറ്റക്കായി തിരഞ്ഞെടുപ്പിനെ, അതായത് ഉപതിരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ 8 നിലയിൽ നിങ്ങൾ വീണ്ടും പൊട്ടും. അങ്ങനെ 6 മാസം കഴിഞ്ഞാൽ കോൺഗ്രസ് ജെ.ഡി.എസ് സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു കാഴ്ച കർണാടക കാണും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് പ്രതാപ് ഗൗഡ പാട്ടീൽ, വിമത എം.എൽ.എ ആയിട്ടുള്ള പ്രതാപ് ഗൗഡ പാട്ടീലിന്റെ മണ്ഡലത്തിൽ പ്രതാപ് ഗൗഡ വിജയിക്കുന്നത് 213 വോട്ടുകൾക്കാണ്. അതായത് 0.16%. അപ്പോൾ ഏറ്റവും ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ പ്രതാപ് ഗൗഡ പാട്ടീൽ ജയിക്കുന്നത്. എന്നാൽ അന്ന് അവിടെ നടന്നത് ഒരു ത്രികോണ മത്സരമാണ്. അതായത് ജെ.ഡി.എസിന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു പ്രതാപ് ഗൗഡ പാട്ടീൽ. പക്ഷെ നിലവിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് ജെ.ഡി.എസ് സഖ്യം ഉപതിരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ 11,392 വോട്ടുകൾ ജെ.ഡി.എസിനുണ്ട്. ആ വോട്ടുകൾ കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥിയുടെ വോട്ട് ബാങ്കിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ കോൺഗ്രസിന് വിജയ സാധ്യത വളരെ എളുപ്പമാണ്. അങ്ങനെ വിമത എം.എൽ.എമാർക്ക് തിരിച്ചടി നൽകാൻ കോൺഗ്രസ് ജെ.ഡി.എസ് ടീമിന് ഉപതിരഞ്ഞെടുപ്പിൽ സാധിക്കും. അതോടൊപ്പം ഹിരേകേരൂർ മണ്ഡലത്തിലുള്ള ബി.സി. പാട്ടീൽ നേടിയത് 555 വോട്ടുകളാണ്. വളരെ ചെറിയ വോട്ടുകൾക്കാണ് ബി.സി. പാട്ടീൽ അവിടെ വിജയിക്കുന്നുള്ളത്. എന്നാൽ അവിടെ ജെ.ഡി.എസിന് 3597 വോട്ടുകളുണ്ട്. ഈ 3597 വോട്ടുകൾ കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് സഖ്യമായി മത്സരിക്കുമ്പോൾ ജെ.ഡി.എസിൽ നിന്നും കടന്നു പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ വീണ്ടും വിജയിക്കുന്നത് കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥിയാണ്. അതോടൊപ്പം എല്ലാപൂരിൽ നിന്നുള്ള അർബൈൽ ഹെബ്ബർ ശിവറാം എന്ന് പറയുന്നത് വിമത എം.എൽ.എമാരുടെ നിലവിലുള്ള പ്രഖ്യാപനത്തിന് പിന്നിൽ ചുക്കാൻ പിടിച്ച എം.എൽ.എ ആണ്. അദ്ദേഹം കൂടി അവിടെ വിജയിക്കുന്നത് 1483 വോട്ടുകൾക്കാണ്. അവിടെ ജെ.ഡി.എസിന് 4.5% വോട്ടുണ്ട്. ഇതൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയിലേക്ക് കടന്നു പോകുമ്പോൾ ഈ മണ്ഡലങ്ങളിലൊക്കെ വിജയം കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ വേണ്ടി സാധിക്കും. ഒപ്പം അത്താനി മണ്ഡലത്തിലെ മഹേഷ് ഇരണഗൌഡ അദ്ദേഹം വിജയിച്ചിട്ടുള്ളത് 2331 വോട്ടുകൾക്കാണ്. ജെ.ഡി.എസിന് അവിടെ 3000-ലധികം വോട്ടുകളുണ്ട്. ഈ വോട്ടുകളും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പോകും. അങ്ങനെ ഒരുപാട് മണ്ഡലങ്ങളിൽ വിമത എം.എൽ.എമാർ വിജയിച്ചു കയറിയിട്ടുള്ളത് നിസ്സാര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ആ ഭൂരിപക്ഷം നേടാനുള്ള കാരണം എന്ന് പറയുന്നത് ത്രികോണ മത്സരം നടന്നതുകൊണ്ടാണ്. പക്ഷേ ഇനിയൊരു ഉപതിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരിക്കലും ത്രികോണ മത്സരത്തിന് സാധ്യതയില്ല. മറിച്ച് കോൺഗ്രസ് ജെ.ഡി.എസും ഒറ്റക്കെട്ടായി ഉപതിരഞ്ഞെടുപ്പിനെ നേരിടും. അങ്ങനെ 6 മാസങ്ങൾക്ക് ശേഷം വീണ്ടും കോൺഗ്രസ് ജെ.ഡി.എസ് സർക്കാർ അധികാരത്തിൽ വരുന്ന ഒരു കാഴ്ച കർണാടക കാണേണ്ടി വരും. ഇപ്പോൾ നിലവിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നവർ, വിമത എം.എൽ.എമാർ ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. യെദ്യൂരപ്പ വലിയ രീതിയിലുള്ള വിടുവായുത്തരങ്ങൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർക്കൊക്കെ വെല്ലുവിളി വീണ്ടും ഉയർത്താൻ കോൺഗ്രസ് ജെ.ഡി.എസിന് സാധിക്കും. അതിനിടയിൽ ശക്തമാകണം കോൺഗ്രസ് ജെ.ഡി.എസിന്റെ ബന്ധം വളരെ ശക്തമാകണം. ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കണം, പദ്ധതികൾ നടക്കണം. ഡി.കെ. ശിവകുമാറും കുമാരസ്വാമിയും ഇന്നെങ്ങനെയാണോ ഉള്ളത് ആ രീതിയിൽ മുന്നോട്ട് പോയാൽ 6 മാസങ്ങൾക്ക് ശേഷം വീണ്ടും കോൺഗ്രസ് ജെ.ഡി.എസ് സർക്കാർ കർണാടകയിൽ കടന്നു വരും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.